നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ മകൾ കൈവിട്ടു പോകുന്നു എന്ന് തോന്നുന്നുണ്ടോ? വീട്ടിൽ ചിരി കുറയുകയും ഫോൺ ശബ്ദം കൂടുകയും ചെയ്തിട്ടുണ്ടോ? പഠനത്തെപ്പറ്റി പറയുമ്പോൾ മുഖം മങ്ങുന്നുണ്ടോ? പ്രാർത്ഥനയെപ്പറ്റി പറയുമ്പോൾ മൗനം വരികയാണോ? അമ്മയപ്പ, നിങ്ങളുടെ ഹൃദയത്തിലെ ഈ ഭയം യേശു കാണുന്നുണ്ട്. നിങ്ങൾ രാത്രി അടുക്കളയിൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ വീഴുന്ന കണ്ണുനീർ സ്വർഗം കാണുന്നുണ്ട്. ബന്ധുക്കളുടെ താരതമ്യം കുട്ടിയെ വേദനിപ്പിക്കും. കുട്ടിയുടെ മൗനം മാതാപിതാക്കളെയും വേദനിപ്പിക്കും. പക്ഷേ മനുഷ്യരുടെ വിധി അവസാന വാക്കല്ല. ഈ മകൾ യേശുവിൻ്റെ കൈകളിലാണ്. കേരളത്തിലെ ഒരു വീട്ടുമുറ്റത്ത് വളരുന്ന തെങ്ങിൻ തയ്യെ ഓർക്കുക. അതിന് വെള്ളം വേണം, അതിന് സൂര്യപ്രകാശം വേണം, അതിന് ചെറിയൊരു വേലിയും വേണം. വേലി അതിനെ തടവിലാക്കാനല്ല, വേലി അതിനെ കാറ്റിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും കാക്കാനാണ്. നമ്മുടെ മക്കളും അങ്ങനെ തന്നെയാണ്. അവർക്ക് സ്നേഹം വേണം, അവർക്ക് ക്ഷമ വേണം, അവർക്ക് തിരുത്തലും വേണം, അവർക്ക് യേശുവിൻ്റെ കൃപയും വേണം. ചിലപ്പോൾ കുട്ടി നിങ്ങളെ കേൾക്കാത്തതുപോലെ തോന്നും. ചിലപ്പോൾ പഠനപുസ്തകത്തേക്കാൾ ഫോണിനെ കുട്ടി സ്നേഹിക്കുന്നത് പോലെ തോന്നും. ചിലപ്പോൾ പ്രാർത്ഥനാമുറിയേക്കാൾ ഒറ്റയ്ക്കിരിക്കുന്ന മുറിയാണ് കുട്ടിക്ക് ഇഷ്ടം. അത് കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ കോപമുയരാം. നിങ്ങൾ നല്ല മാതാപിതാവല്ലേ എന്ന് തന്നെ സംശയിക്കാം. പക്ഷേ ഇന്ന് യേശു നിങ്ങളോട് മൃദുവായി പറയുന്നു, ഭയത്തോടെയല്ല, സ്നേഹത്തോടെ നിൽക്കുക. നിരാശയോടല്ല, പ്രാർത്ഥനയോടെ കാത്തിരിക്കുക. ലൂക്കാ സുവിശേഷം 2-ാം അധ്യായത്തിൽ നാം കാണുന്നു, യേശു മറിയത്തോടും യൗസേപ്പിതാവിനോടും കൂടെ നസ്രത്തിൽ വസിച്ചു. അവിടുന്ന് അവർക്ക് കീഴടങ്ങി ജീവിച്ചു. അവിടുന്ന് ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു. ദൈവപുത്രനായ യേശുവിന് പോലും ഒരു കുടുംബത്തിൻ്റെ നിശബ്ദ വളർച്ച ഉണ്ടായിരുന്നു. നസ്രത്തിലെ ചെറിയ വീട്ടിൽ അനുസരണം പഠിച്ച യേശു നമ്മുടെ വീടുകളെയും കാണുന്നു. മറിയത്തിൻ്റെ മൃദുവായ ഹൃദയം ഇന്ന് നിങ്ങളുടെ വീട്ടിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. യൗസേപ്പിതാവിൻ്റെ ശാന്തമായ ഉത്തരവാദിത്വവും നിങ്ങളുടെ കുടുംബത്തെ കാത്തുസൂക്ഷിക്കട്ടെ. മക്കളൊരു ദിവസത്തിൽ പൂർണ്ണമായി മാറണമെന്നില്ല. തെങ്ങിൻ തൈ ഒരു രാത്രിയിൽ ആകാശം തൊടുകയില്ല. പക്ഷെ അതിന് വെള്ളം കിട്ടിയാൽ അത് വേരുകൾ പിടിക്കും. അത് വെളിച്ചം കണ്ടാൽ അത് ഉയരാൻ തുടങ്ങും. അത് സംരക്ഷണം കണ്ടാൽ അത് നിലനിൽക്കാൻ പഠിക്കും. അങ്ങനെ തന്നെയാണ് നമ്മുടെ മക്കളുടെ മനസ്സും. ഒരിക്കലൊരു കത്തോലിക്ക അമ്മയുടെ വീട്ടിൽ ഇങ്ങനെ സംഭവിച്ചു. അവളുടെ മകൻ ഫോൺ കയ്യിൽ പിടിച്ച് മണിക്കൂറുകൾ കടത്തിവിട്ടു. പഠനത്തെപ്പറ്റി ചോദിച്ചാൽ അവൻ അസ്വസ്ഥനായി. ജപമാലയ്ക്ക് വിളിച്ചാൽ അവൻ മുറിയിൽ തന്നെ ഇരുന്നു. അമ്മയുടെ മനസ്സിൽ പേടിയും കോപവും ഒരുമിച്ച് വന്നു. ഇന്ന് ഞാൻ ഉറക്കെ പറയണം എന്നവൾ തീരുമാനിച്ചു. പക്ഷേ ആ സന്ധ്യയിൽ അവൾ ഹോം ആൾട്ടറിൻ്റെ മുന്നിൽ ഒരു മെഴുകുതിരി കൊളുത്തി. യേശുവിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും മുൻപിൽ അവൾ മിണ്ടാതെ നിന്നു. അവൾ കരഞ്ഞു. പിന്നെ അവൾ ഒരു വാക്ക് മാത്രം പ്രാർത്ഥിച്ചു, യേശുവേ, എൻ്റെ മകനെ കൈവിടരുതേ. ആ രാത്രി അവൾ ശബ്ദമുയർത്തിയില്ല. പക്ഷേ അവൾ മകൻ്റെ അടുത്ത് ഇരുന്നു. അവൾ സ്നേഹത്തോടെയും ഉറപ്പോടെയും സംസാരിച്ചു. മകനെ, ഞാൻ നിന്നെ നിയന്ത്രിക്കാനല്ല സംസാരിക്കുന്നത്. നിന്റെ ഭാവിയെ ഞാൻ സ്നേഹിക്കുന്നതുകൊണ്ടാണ് സംസാരിക്കുന്നത്. ആ വാക്കെല്ലാം ഉടനെ മാറ്റിയില്ല. പക്ഷേ വീട്ടിലെ ശബ്ദം കുറച്ചു. മകൻ്റെ ഹൃദയത്തിൽ ഒരു ചെറിയ വാതിൽ തുറന്നു. അതുതന്നെ കൃപയുടെ തുടക്കമാകാം. ഈ മകൾ യേശുവിൻ്റെ കൈകളിലാണ്. കർത്താവായ യേശുവേ, ഈ പ്രാർത്ഥന കേൾക്കുന്ന അമ്മമാരെയും അപ്പന്മാരെയും അനുഗ്രഹിക്കണമേ. അവരുടെ നെഞ്ചിൽ ഒളിച്ചിരിക്കുന്ന ഭയം അങ്ങയുടെ സമാധാനത്താൽ സ്പർശിക്കണമേ. മക്കളെക്കുറിച്ചുള്ള രാത്രിയിലെ ചിന്തകളിൽ അങ്ങയുടെ വെളിച്ചം വരണമേ. ഫോണിൽ കുടുങ്ങുന്ന കുട്ടികളുടെ മനസ്സിനെ ജ്ഞാനത്തോടെ നയിക്കണമേ. പഠനത്തോടുള്ള അലസതയിൽ നിന്നും അവരെ പതുക്കെ ഉണർത്തണമേ. SSLC എഴുതുന്ന കുട്ടികൾക്കും +2 എഴുതുന്ന കുട്ടികൾക്കും ധൈര്യം നൽകണമേ. പരീക്ഷാഭയത്തിൽ കുലുങ്ങുന്ന ഹൃദയങ്ങൾക്ക് ശാന്തത നൽകണമേ.
തെറ്റായ സൗഹൃദങ്ങളിൽ നിന്ന് മക്കളെ വിവേകത്തോടെ അകറ്റണമേ. നല്ല കൂട്ടുകാരെയും നല്ല അധ്യാപകരെയും നല്ല വഴികാട്ടികളെയും അവർക്ക് നൽകണമേ. വീട്ടിൽ മാതാപിതാക്കളോട് സംസാരിക്കാൻ കുട്ടികളുടെ മനസ്സിൽ മൃദുത്വം നൽകണമേ. മാതാപിതാക്കൾക്ക് കേൾക്കാനുള്ള ക്ഷമയും പറയാനുള്ള ജ്ഞാനവും നൽകണമേ. യേശുവേ, എൻ്റെ മക്കളെ അങ്ങയുടെ കയ്യിൽ ഞാൻ സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മേ, ഈ മെയ് മാസത്തിൽ ഞങ്ങളുടെ വീടുകൾക്ക് മാതൃസ്നേഹത്തിൻ്റെ മൂടുപടം നൽകണമേ. ഞങ്ങളുടെ കുട്ടികളുടെ മനസ്സ് ഒറ്റപ്പെടലിലേക്ക് പോകുമ്പോൾ അവരോടൊപ്പം നടക്കണമേ. അവർ സംസാരിക്കാതെ ഇരിക്കുമ്പോഴും അവരുടെ ഉള്ളിലെ വേദന മനസ്സിലാക്കണമേ. അവരുടെ കണ്ണുകളിൽ ഞങ്ങൾ കാണാത്ത ക്ഷീണം നീ കാണണമേ. അവരുടെ ഫോണിൻ്റെ പിന്നിൽ മറയുന്ന ഏകാന്തത അങ്ങയുടെ കരുണയാൽ തൊടണമേ. അവരുടെ കോപത്തിനുള്ളിലെ ഭയം മനസ്സിലാക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അവരെ അപമാനിക്കുന്ന വാക്കുകളിൽ നിന്ന് ഞങ്ങളുടെ നാവിനെ കാക്കണമേ. ബന്ധുക്കളുടെ താരതമ്യത്തിൽ ഞങ്ങളുടെ മനസ്സ് തകരാതിരിക്കട്ടെ. മറ്റു കുട്ടികളോട് സ്വന്തം കുട്ടിയെ അളക്കാതെ ഇരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഓരോ കുട്ടിയുടെയും വളർച്ചയ്ക്ക് ദൈവം ഒരു പ്രത്യേക സമയം ഒരുക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ മകൾ യേശുവിൻ്റെ കൈകളിലാണ്. പിതാവേ, ഞങ്ങളുടെ വീട്ടിലെ വാക്കുകൾ അനുഗ്രഹത്തിൻ്റെ വാക്കുകളാക്കണമേ. നീ ഒന്നുമാകില്ല എന്ന വാക്ക് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് മാറട്ടെ. നിനക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന വാക്ക് ഞങ്ങളുടെ വീട്ടിൽ ഉയരട്ടെ. നീ ദൈവത്തിൻ്റെ മകനാണ് എന്ന് പറയാൻ ഞങ്ങൾക്ക് ധൈര്യം തരണമേ. നീ ദൈവത്തിൻ്റെ മകളാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ ഞങ്ങൾക്ക് സ്നേഹം തരണമേ. കുട്ടികളുടെ ചെറിയ തെറ്റുകൾ വലിയ നാശമായി കാണാതെ ജ്ഞാനത്തോടെ തിരുത്താൻ ഞങ്ങളെ സഹായിക്കണമേ. ചെറിയ കുറുക്കന്മാർ മുന്തിരിത്തോട്ടം നശിപ്പിക്കുന്നതുപോലെ ചെറിയ ശീലങ്ങൾ മനസ്സിനെ ക്ഷയിപ്പിക്കാം. അതിനാൽ വൈകിപ്പോകാതെ നല്ല സ്നേഹത്തോടെ അവരെ നയിക്കണമേ. പ്രാർത്ഥനയിൽ നിന്ന് അകന്നുപോയ മക്കളുടെ ഹൃദയത്തിൽ വീണ്ടും ഒരു ചെറിയ ആഗ്രഹം ഉണർത്തണമേ. കുടുംബജപമാലയിൽ ഇരിക്കാൻ അവർക്ക് മനസ്സു തുറക്കണമേ. ഞങ്ങളുടെ ഹോം ആൾട്ടറിലെ മെഴുകുതിരി വീട്ടിലെ സമാധാനത്തിൻ്റെ അടയാളമാകട്ടെ. ഓരോ ദിവസവും ഒരു ചെറിയ വെളിച്ചം മതി. യേശുവേ, പഠനം ബുദ്ധിമുട്ടായി തോന്നുന്ന കുട്ടികൾക്ക് സഹായം നൽകണമേ. പുസ്തകം തുറന്നാൽ പേടി വരുന്ന മക്കളുടെ മനസ്സിനെ ശാന്തമാക്കണമേ. ഓർമ്മശക്തിയും ശ്രദ്ധയും പരിശ്രമവും അവരിൽ വളർത്തണമേ. അലസതയുടെ ഭാരം കുറച്ച് ശീലം പഠിക്കാൻ അവരെ സഹായിക്കണമേ. രാത്രി വൈകി ഫോൺ നോക്കുന്ന കുട്ടികൾക്ക് ആത്മനിയന്ത്രണം നൽകണമേ. മാതാപിതാക്കളുടെ സ്നേഹം ശത്രുതയായി തെറ്റിദ്ധരിക്കാതെ ഇരിക്കാൻ അവർക്ക് കൃപ നൽകണമേ. അമ്മയുടെയും അപ്പൻ്റെയും വേദന മനസ്സിലാക്കാൻ അവരുടെ ഹൃദയം മൃദുവാകട്ടെ. അവരെ ശപിക്കാതെ അനുഗ്രഹിക്കാൻ ഞങ്ങളുടെ ഹൃദയം ശുദ്ധമാകട്ടെ. കോപത്തിൽ സംസാരിച്ച വാക്കുകൾക്കായി ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. മൗനമായി മാറിയ മക്കളോട് വീണ്ടും പാലം പണിയാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. സുരക്ഷിതമായിടത്ത് ചെറിയൊരു സംസാരത്തിൻ്റെ വാതിൽ തുറക്കണമേ. വീട്ടിൽ സമാധാനം വീണ്ടും വരട്ടെ. യേശുവേ, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. എൻ്റെ കുടുംബം അങ്ങയുടെ കൈകളിലാണ്. ഞങ്ങളുടെ മക്കളുടെ ഭാവിയും അങ്ങയുടെ കരുണയിലാകട്ടെ. ഇപ്പോൾ ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകൾ മൃദുവായി അടക്കൂ. നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ മകൻ്റെ മുഖം കൊണ്ടുവരൂ. നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ മകളുടെ മുഖം കൊണ്ടുവരൂ. അവരുടെ തെറ്റുകൾ മാത്രം നോക്കാതെ അവരുടെ ഉള്ളിലെ ദൈവമക്കളുടെ വില ഓർക്കൂ. അവർ ഇപ്പോൾ ദൂരെയാണെങ്കിലും കൃപയ്ക്ക് വഴി അറിയാം. അവർ ഇപ്പോൾ മിണ്ടാത്തവരായാലും യേശു അവരുടെ ഉള്ളിൽ സംസാരിക്കാൻ കഴിവുള്ളവനാണ്. അവർ ഇപ്പോൾ പഠനത്തിൽ ക്ഷീണിച്ചാലും ദൈവം അവർക്കു ജ്ഞാനത്തിൻ്റെ വഴി തുറക്കാൻ കഴിവുള്ളവനാണ്. നമ്മൾ ഫലം നിർബന്ധിച്ച് പിടിക്കേണ്ടതില്ല. നമ്മൾ തൈക്ക് വെള്ളം കൊടുക്കണം. നമ്മൾ സ്നേഹത്തിൻ്റെ സൂര്യപ്രകാശം നൽകണം. നമ്മൾ നല്ല അതിരുകളുടെ ചെറിയ വേലി നിർത്തണം. ബാക്കി വളർച്ച ദൈവത്തിൻ്റെ കൃപയിൽ വിശ്വസിച്ച് ഏൽപ്പിക്കണം. ഇന്ന് അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഒരു കാര്യം മാത്രം ചെയ്യുക. കഴിയുമെങ്കിൽ നിങ്ങളുടെ മകൻ്റെയോ മകളുടെയോ തലയിൽ സ്നേഹത്തോടെ കൈവെക്കുക. കഴിയില്ലെങ്കിൽ യേശുവിൻ്റെ മുമ്പിൽ അവരുടെ പേര് ഓർക്കുക. പിന്നെ ഈ അനുഗ്രഹവാക്ക് ശാന്തമായി പറയുക: യേശുവേ, എൻ്റെ മക്കൾക്ക് ജ്ഞാനവും സംരക്ഷണവും
അച്ചടക്കവും പ്രാർത്ഥനയോടുള്ള സ്നേഹവും നൽകണമേ. ഈ വാക്കൊരു മന്ത്രമല്ല, ഇത് മാതാപിതാവിൻ്റെ വിശ്വാസമുള്ള സമർപ്പണമാണ്. ഇത് തെങ്ങിൻ തൈക്ക് കൊടുക്കുന്ന ഒരു ചെറുവെള്ളം പോലെയാണ്. ഇന്ന് അത് ചെറുതായി തോന്നാം, പക്ഷേ സ്നേഹത്തോടെ കൊടുക്കുന്ന വെള്ളം വേരുകളിലേക്ക് പോകും. നിങ്ങളുടെ മക്കളോട് എല്ലാം ഒരുമിച്ച് പറയാൻ ശ്രമിക്കരുത്. ഒരു സ്നേഹമുള്ള വാക്ക് മതി, ഒരു ഉറച്ചതിര് മതി, ഒരു ശാന്തമായ പ്രാർത്ഥന മതി. നിങ്ങൾ ഒറ്റയ്ക്കല്ല. മറിയം നിങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കുന്നു. യൗസേ പിതാവ് നിങ്ങളുടെ വീട്ടിലെ ഉത്തരവാദിത്വങ്ങളെ മനസ്സിലാക്കുന്നു. നസ്രത്തിലെ യേശു നിങ്ങളുടെ സാധാരണ വീട്ടിനുള്ളിൽ വരാൻ ആഗ്രഹിക്കുന്നു. ഈ മകൾ യേശുവിൻ്റെ കൈകളിലാണ്. കമൻറ്റിൽ യേശുവേ, എൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് എഴുതുക. നിങ്ങളുടെ മക്കളുടെ പേര് എഴുതാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിശ്വാസത്തോടെ എഴുതുക. ഇങ്ങനെ മിണ്ടാതെ കരയുന്ന ഒരു അമ്മയോ അപ്പനോ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അവരെ ഓർക്കുക. ഈ പ്രാർത്ഥന അവർക്കയച്ചു കൊടുക്കുക. അതൊരു സന്ദേശം മാത്രമല്ല, അതൊരു മാതാപിതാവിൻ്റെ ഹൃദയത്തോട് പറയുന്ന ആശ്വാസവാക്കാകാം. കർത്താവെ, ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ വീട്ടിലും സമാധാനം നിറയട്ടെ. മക്കളെക്കുറിച്ചുള്ള പേടി വിശ്വാസമായി മാറട്ടെ. വീട്ടിലെ നിലവിളി മൃദുവായ സംഭാഷണമായി മാറട്ടെ. പഠനമേശ, ഫോൺ, പുസ്തകം, അടുക്കള, ഹോം ആൾട്ടർ എല്ലാം അങ്ങയുടെ കൃപയിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. മാതാപിതാക്കളുടെ കണ്ണുനീർ അങ്ങയുടെ കരുണയിൽ സൂക്ഷിക്കപ്പെടട്ടെ. മക്കളുടെ ഭാവി അങ്ങയുടെ വെളിച്ചത്തിൽ നയിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധുര്യമുള്ള സംരക്ഷണം നിങ്ങളുടെ മക്കളെ മൂടട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങളുടെ വീട് അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളുടെ വീട്ടിൽ സമാധാനം നിലനിൽക്കട്ടെ.